ഇന്ത്യയിൽ വളരെ രഹസ്യമായി നടന്നുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആണവ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയുടെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റിൽ തുടങ്ങി ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമവിക്ഷേപണ മിസൈലായ രുദ്രം സീരീസിലെ രുദ്രം 2ന്റെ പരീക്ഷണം മുതൽ അവസാനമായി റഫേലിലെ സംഭവം വരെ ഈ 3 പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നാമതായി ഇന്ത്യ SSBN എന്ന പേരിൽ ആണവശേഷിയുള്ള അന്തർവാഹിനി നിർമ്മിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഈ അന്തർവാഹിനിക്ക് ഒരു ആണവ റിയാക്ടർ ഉണ്ട്. അതായത് അന്തർവാഹിനിക്കുള്ളിൽ ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഉപയോഗിച്ചാണ് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. ഈ ആണവ റിയാക്ടറിലുള്ള ഉപകരണങ്ങൾ നമ്മൾ റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത്. അതായത് റഷ്യൻ എഞ്ചിനീയർമാരുടെ സഹായത്തോടെ നമ്മുടെ രാജ്യത്ത് 4 അന്തർവാഹിനികൾ നിർമ്മിക്കുന്നുണ്ട്. S1, S2, S3, S4. ഇതിൽ S1, S2 എന്നിവയ്ക്ക് INS അരിഹാന്ത് എന്നും INS അരിഹത്ത് എന്നും പേരുകൾ കൊടുത്തു. S3, S4 എന്നിവയ്ക്ക് ഇതുവരെയും പേരുകളൊന്നുമില്ല. അതും തികഞ്ഞൊരു രഹസ്യമാണ്. ഏത് അന്തർവാഹിനി പദ്ധതിയാണ് പൂർത്തിയായത്, ഏതാണ് പുറത്തേക്ക് വന്നത്, ഏതാണ് പ്രവർത്തനക്ഷമമായത് തുടങ്ങിയ വിവരങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. പിന്നെ INS അരിഹാന്തിന്റെ വിക്ഷേപണവും വലിയ ആഘോഷമൊന്നും ആയിരുന്നില്ല. അവരത് ജസ്റ്റ് ഒന്ന് വിക്ഷേപിച്ചു. അതിനാൽ ഇത് ഇന്ത്യയുടെ രഹസ്യ പ്രോഗ്രാമിൽ ഒന്നാണ്. ഇപ്പോൾ സാറ്റലൈറ്റ് പിക്ചർ നോക്കുമ്പോൾ 4 കപ്പലുകളിൽ 3 കപ്പലുകൾ നമുക്ക് കാണാൻ സാധിക്കും. INS അരിഹാന്ത് കംപ്ലീറ്റ് ആയി ഇന്ത്യൻ നാവികസേന ഉപയോഗിക്കുന്നുണ്ട്. ഈ 3 കപ്പലുകളിൽ INS അരിഹത്തും INS അരിഹാന്തും ഏകദേശം ഒരു സമമാണ്, 6000 ടൺ ഡിസ്പ്ലേസ്മെന്റ്. എന്നാൽ S3, S4 എന്നിവ നോക്കുമ്പോൾ അതിന്റെ വലിപ്പം അല്പം ഒന്ന് കൂടുതലാണ്. അതിലൊരു ഹമ്പുണ്ട്. 3500 കിലോമീറ്റർ ദൂരപരിധിയുള്ള K4 ഉപകരണങ്ങൾക്കപ്പുറം കൂടുതൽ ശക്തിയേറിയ അഗ്നി 5 മിസൈലുകൾ അതിനെ തന്നെ നമുക്ക് S3, S4ലും ഉപയോഗിക്കാൻ സാധിക്കും എന്നതാണ് ഈ ഹമ്പ് സൂചിപ്പിക്കുന്നത്. അതിനാൽ നമ്മൾ ഇതിനകം സൃഷ്ടിച്ച 2 അന്തർവാഹിനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ 2 അന്തർവാഹിനികളുടെ വലിപ്പം അല്പം വലുതാണ്. എന്നാൽ ഇത് സാറ്റലൈറ്റ് പിക്ചറിലൂടെ മാത്രമേ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയൂ. അല്ലാതെ ഇന്ത്യ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമൊന്നും നൽകിയിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഇന്ത്യയിലെ സൈനിക സാങ്കേതിക വിദ്യയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പ്രധാന പത്രപ്രവർത്തകനായ ജെയിംസ് എന്നയാൾ പറഞ്ഞത്, ആണവശേഷിയുള്ള 2ാമത്തെ അന്തർവാഹിനിയായ INS അരിഹത്ത് ഈ വർഷം അവസാനത്തോടുകൂടി വിക്ഷേപിക്കും എന്ന് പറഞ്ഞു. ആണവ അന്തർവാഹിനികളെ സംബന്ധിച്ചിടത്തോളം അത് എപ്പോ വിക്ഷേപിക്കുമെന്നോ എപ്പോ സൃഷ്ടിക്കുമെന്നോ യാതൊരു വിവരവുമില്ല. അതുകൊണ്ടാണ് പല വീഡിയോസിലും ഞാൻ 2 അന്തർവാഹിനി, 4 അന്തർവാഹിനി എന്നൊക്കെ പറയുന്നത്. കാരണം യഥാർത്ഥത്തിൽ എത്ര എണ്ണം പ്രവർത്തിക്കുന്നു എന്ന് പോലും നമുക്കറിയില്ല. INS അരിഹാന്ത് മാത്രമാണ് പ്രവർത്തനത്തിലുള്ള ഏക അന്തർവാഹിനി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. എന്നാൽ INS അരിഹത്ത് നോക്കിയാൽ 2 വർഷം മുൻപാണ് അത് പൂർത്തിയായത്. സീഡ് റെയിലുകൾ സ്ഥാപിച്ചു. എന്നാൽ സീഡ് റെയിലുകൾ കാരണം ഈ മുങ്ങിക്കപ്പൽ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാണോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ നമുക്കത് പറയാനും സാധിക്കില്ല. കാരണം നമുക്ക് ആയുധങ്ങൾ നിറയ്ക്കുകയും മിസൈലുകൾ സ്ഥാപിക്കുകയും ചെയ്യണം. അതിനാൽ അവരതെല്ലാം ചെയ്തോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അതിനാൽ 2ാമത്തെ INS അരിഹത്ത് അത് പ്രവർത്തനക്ഷമമാണോ അല്ലയോ എന്നുള്ളത് വിക്ഷേപിച്ചതിന് ശേഷം മാത്രമേ അറിയുകയുള്ളൂ. ഈ ലോഞ്ച് ഒരു ഇവന്റ് ആണ്. ഒരു ചടങ്ങ് പോലെ ചെയ്ത് വിക്ഷേപണം പൂർത്തിയാക്കിയതായി അവർ പ്രഖ്യാപിക്കും. എന്നാൽ കപ്പൽ എപ്പോ പൂർത്തിയായി എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയൂ. അപ്പോ ഈ പ്രത്യേക പത്രപ്രവർത്തകന്റെ അറിയിപ്പനുസരിച്ച് ഈ വർഷ അവസാനത്തോടു കൂടി വിക്ഷേപണം പൂർത്തിയാക്കിയതായി സർക്കാർ തന്നെ പ്രഖ്യാപിക്കും. നാവികസേന അത് ഉപയോഗത്തിൽ കൊണ്ടുവരികയും ചെയ്യും. ഇത് ഒന്നാമത്തെ കാര്യം. ഇതിനപ്പുറം രുദ്രം എന്ന ഒരു അന്തർവാഹിനിയുണ്ട്. ഇതൊരു ഗെയിം ചേഞ്ചർ മിസൈലാണ്. കാരണം ഇതൊരു ആന്റി റേഡിയേഷൻ ശത്രുവിന്റെ റേഡാർ സ്ഥാനങ്ങൾ തിരയാൻ കഴിയുന്ന, ഇതിന് ഒരു പാസീവ് ഹോമിംഗ് ഹെഡ് ഉണ്ട്. റേഡാർ തരംഗങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന സിഗ്നലുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ പാസീവ് ഹോമിംഗ് ഹെഡിന്റെ ജോലി. സാധാരണഗതിയിൽ ഒരു മിസൈൽ എങ്ങനെ വർക്കാകുന്നു എന്ന് ചോദിച്ചാൽ ആ മിസൈലുകൾ സ്വയം റേഡാർ സിഗ്നലുകൾ പുറത്തേക്ക് വിടും. ആ റേഡാർ തരംഗങ്ങൾ എവിടെ നിന്ന് ബൗൺസ് ബാക്ക് ആകുന്നു എന്നുള്ളത് നോക്കിപ്പോകും. എന്നാൽ ഇത് ഒരു തരത്തിലുള്ള റേഡിയോ തരംഗവും പുറത്തേക്ക് വിടുന്നില്ല. തിരിച്ചു വരുന്ന തരംഗങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തു പോകും. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു തിരയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ശത്രുവിന്റെ റേഡാർ പൊസിഷനുകൾ എവിടെയാണ് എന്ന് കണ്ടെത്താനാണ്. മാത്രമല്ല ശത്രു പല സമയത്തും മിസൈലുകളെ ആശയക്കുഴപ്പത്തിലാക്കാൻ വ്യാജമായ റേഡിയോ തരംഗങ്ങൾ പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങൾ സ്ഥാപിക്കും. ഈ ഉപകരണങ്ങൾ യഥാർത്ഥ റേഡാറുകളുടെ അതേ തരത്തിലുള്ള റേഡാർ സിഗ്നലുകൾ പുറപ്പെടുവിക്കും. അങ്ങനെ മിസൈലുകളെ തന്നിലേക്ക് ആകർഷിപ്പിക്കും. അതിനാൽ യഥാർത്ഥ റേഡാർ സുരക്ഷിതമായിരിക്കും. കൂടാതെ ഈ ഒരു മിസൈൽ വ്യാജ റേഡാറിൽ ചെന്നിടിക്കും. ഒരു വ്യാജ റേഡാർ റേഡിയോ തരംഗങ്ങൾ പുറപ്പെടുവിച്ചാൽ യഥാർത്ഥ റേഡാറും വ്യാജ റേഡാറും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താൻ ഈ രുദ്രം 2ന് സാധിക്കും. അതിനാൽ ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം രുദ്രം 2 ഒരു വലിയ ഗെയിം ചേഞ്ചർ ആയിരിക്കും. മാത്രമല്ല രുദ്രം 2ന് 2 വേരിയന്റ് ഉണ്ട്.
റൺവേക്ക് കേടുപാടുകൾ വരുത്തുന്നതാണ് രണ്ടാമത്തെ വേരിയന്റ്. ശത്രുവിന്റെ എയർബേസിലെ റൺവേക്ക് കേടുപാടുകൾ വരുത്തുക, അല്ലെങ്കിൽ ഹാംഗറിൽ സ്ഥാപിച്ചിരിക്കുന്ന ശത്രുവിന്റെ വിമാനത്തെ നശിപ്പിക്കാം, ശത്രുവിന്റെ കമാൻഡ് സെന്റർ നശിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കഴിവുകൾ ഇതിനുണ്ട്. അതിനാൽ അടിസ്ഥാനപരമായി ഇത്തരത്തിലുള്ള റോൾസിന് വേണ്ടി രുദ്രം 2ന്റെ സെക്കൻഡ് വേരിയന്റും ഉണ്ടാക്കി. ഇതൊരു ഇമേജ് ഇൻഫ്രാറെഡ് സീക്കറാണ്. ഇത് IIR എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഒരേ സമയം 2 വേരിയന്റ്, PHH, IIR സാങ്കേതിക വിദ്യകൾ എന്നിങ്ങനെ 2 തരം വകഭേദമുണ്ട്. ഇരുവരെയും ഉൾപ്പെടുത്തിയാണ് ഇവർ ഈ മിസൈൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിപ്പോ സുഖോയ് Su-30 MKI, അതുകൂടാതെ മിറാഷ് 2000 വിമാനങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കും. അവസാനമായി ഇത് തേജസ് മാർക്ക് 1A വിമാനങ്ങളിലും ഉപയോഗിക്കാൻ സാധിക്കും. കൂടാതെ ഈ വർഷം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് 16 തേജസ് MKI വിമാനങ്ങളുടെ ഉൽപാദനവും ശേഷിയും വർദ്ധിപ്പിക്കാൻ പോകുന്നു. അതിനാൽ അടുത്ത വർഷം മുതൽ ഇന്ത്യൻ വ്യോമസേനയുടെ എണ്ണം വർദ്ധിക്കും. അവസാനമായി റാഫ പ്രശ്നത്തിലേക്ക് വരാം. റാഫയെ ആക്രമിക്കുന്നതിൽ നിന്നും ഇസ്രായേലിനെ തടയാൻ ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷികളായ US-ഉം യൂറോപ്യൻ യൂണിയനും അവർക്ക് ഉപദേശം നൽകിയിരുന്നു. എന്നിട്ടും റാഫയെ ആക്രമിക്കാൻ അവർ തീരുമാനിച്ചു. അവർ അവരുടെ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തു. അവരങ്ങനെ ചെയ്യുമ്പോൾ ഒരു വ്യോമാക്രമണം നടന്നു. അത് ഒരു വലിയ അപകടത്തിൽ കലാശിച്ചു. റാഫ അധിനിവേശത്തെക്കുറിച്ച് ഇസ്രായേൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പല വീഡിയോസ് അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിരുന്നു, റാഫ വളരെ തിരക്കേറിയ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് ഒരു സൈനിക ഓപ്പറേഷൻ നടത്തിയാൽ അത് ഒരു തരത്തിലും നല്ലതായിരിക്കില്ല, അത് ശരിയായി പ്രവർത്തിക്കില്ല, വളരെ മോശമായ ഒരു സിവിലിയൻ അപകടമുണ്ടാകുമെന്ന് നമ്മൾ ഇതിനകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് സംഭവിച്ചതും. അടിസ്ഥാനപരമായി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇസ്രായേൽ എന്ന രാജ്യത്തെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളോട് ചെന്നിട്ട് എന്തുകൊണ്ടാണ് ഇസ്രായേൽ മനുഷ്യരെ ഇത്ര അന്യായമായി കൊല്ലുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി ഒക്ടോബർ 7 നടന്ന സംഭവം. അത് മാത്രമേ അവർ പറയുകയുള്ളൂ. ഇസ്രായേൽ എന്ന ഈ രാജ്യം ഒരു ചെറിയ രാജ്യമല്ല. ഈ രാജ്യത്ത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ ചില ആളുകൾക്കെതിരെ അവർക്ക് അവരുടെ മൊസാദിനെ ഉപയോഗിച്ച് 10 വർഷത്തേക്ക് പ്രവർത്തിക്കാം. അത്രത്തോളം ശക്തമായ ഒരു രാജ്യമാണ്. അവിടെ സ്വാധീനമുള്ള ധാരാളം ആളുകളുണ്ട്. വളരെ സിമ്പിളായി പറഞ്ഞാൽ, പ്രധാനമന്ത്രി നെതന്യാഹുവിന് സർക്കാർ അറസ്റ്റ് വാറന്റ് നൽകണമെന്ന് ദിവസങ്ങൾക്ക് മുൻപ് ICC തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ആദ്യ പടിയായിരുന്നു. എന്നാൽ അത് അടുത്ത ഘട്ടത്തിലേക്ക് പോയാൽ ICCയെ തന്നെ തകർക്കുമെന്ന് പാശ്ചാത്യർ പറഞ്ഞു. മാത്രമല്ല, ഹൂത്തി വിമതർ വളരെയധികം നാശം വരുത്തുകയും ഏകദേശം ബില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. പക്ഷേ പാശ്ചാത്യർ അതൊട്ടും ശ്രദ്ധിക്കുന്നില്ല. അവർക്കതൊരു ആശങ്കയല്ല. നിങ്ങൾ എന്തൊക്കെ തന്നെ ചെയ്താലും ഞങ്ങൾ ഇസ്രായേലിന് കൊടുക്കുന്ന സഹായം അവസാനിപ്പിക്കില്ല എന്നാണ് പറഞ്ഞത്. മാത്രവുമല്ല, US-ലെ കൊളംബിയ സർവകലാശാലയിൽ നിരവധി പ്രതിഷേധങ്ങളാണ് ഗാസ പ്രശ്നത്തിൽ നടന്നത്. അതിനുശേഷം പോലും അവർക്ക് ഇസ്രായേലിനെതിരെ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിനാൽ അവർ ഒരു സ്വാധീനമുള്ള രാജ്യത്തെ ആക്രമിക്കുമ്പോൾ അതിന് ഒരു ന്യായമായ കാരണങ്ങൾ ഉണ്ടെന്നിരിക്കെ ആ രാജ്യത്തെ ആക്രമിച്ചാൽ അവർ തിരിച്ചാക്രമിക്കുമെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അതും വളരെ നിഷ്കരുണം ആക്രമിക്കും. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഹമാസിനെ അടിച്ചമർത്തുന്നത് കാരണം ഇസ്രായേലിനെ അവർ ആക്രമിക്കുന്നത് തെറ്റാണ് എന്നല്ല പറയുന്നത്. എന്നാൽ ഇത് അവരുടെ ജനജീവിതത്തെ ബാധിക്കും. ഇത്രയും സ്വാധീനമുള്ള ഒരു രാജ്യത്തെയാണ് ആക്രമിക്കാൻ പോകുന്നത് എന്നറിഞ്ഞിട്ടും അവർ അത് ചെയ്തു. ഇതൊരു തന്ത്രപരമായ തെറ്റാണ്. വ്യോമാക്രമണത്തിൽ ഒരു പിതാവ് തന്റെ കുഞ്ഞുമായി പോകുന്ന ഒരു കാഴ്ചയുണ്ട്. ആ കുഞ്ഞിന് തലച്ചോറില്ല, ഒരു ദ്വാരം മാത്രം. ആ കുഞ്ഞിനെ കാണാൻ അത്രയേറെ സുന്ദരമായ ഒരു മുഖം, എന്നാൽ തലച്ചോറില്ല. ഇതാണ് അവിടെയുള്ള അവസ്ഥ. ഉദാഹരണത്തിന് 8 പേരുള്ള ഒരു കൂട്ടത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു, 4 പേർ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 4 പേരെ രക്ഷിക്കുക, സംരക്ഷിക്കുക എന്നതായിരിക്കണം ആദ്യത്തെ മുൻഗണന. അതിന് പകരം ആ ബാക്കിയുള്ള 4 പേരുടെ ജീവനും കൂടെ പണയം വെച്ച് പ്രതികാരം ചെയ്യാൻ സാധിക്കുമോ? മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാൽ, ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമാണ് മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളെയും വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ തിരിഞ്ഞാൽ ഇസ്രായേലിനെ നശിപ്പിക്കാൻ കഴിയും എന്ന് നിങ്ങൾ ചിന്തിക്കാം. പക്ഷേ മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെ സപ്പോർട്ടാണ് ചെയ്യുന്നത്. ഇറാൻ ഇസ്രായേലിനെതിരെ ഡ്രോണുകൾ വിക്ഷേപിച്ചു. അതിലെ പല ഡ്രോണുകളെയും ജോർദാൻ വ്യോമസേനയും സൗദി അറേബ്യയും ചേർന്നാണ് നശിപ്പിച്ചത്. അവർ ഇസ്രായേലിനെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത്. പുറമെ ഇസ്രായേലിനെതിരെയും പാലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചാലും അകത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ മറ്റൊന്നാണ്. അതിനാൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ നേരിടാൻ കഴിയുമെന്ന് അവർ കരുതുന്നുവെന്നുണ്ടെങ്കിൽ അവർക്ക് ജയിക്കാൻ സാധിക്കില്ല. പകരം മറ്റൊരു വഴി തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നടന്ന പ്രശ്നത്തിൽ മരിച്ചതൊക്കെയും സ്ത്രീകളും ചെറിയ കുഞ്ഞുങ്ങളുമാണ്. കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ സംസാരിക്കാനാകാത്ത കുഞ്ഞുങ്ങൾ, നടക്കാനാകാത്ത കുഞ്ഞുങ്ങൾ. യുദ്ധം ചെയ്ത് തങ്ങളുടെ ഭൂമി തിരിച്ചു പിടിക്കണം എന്ന് കരുതുന്നത് അപകടകരമാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ എന്ത് ചെയ്യാം? അതാണ് നമുക്ക് പ്രധാനം. ആദ്യം ഭൂമി, അതായത് ഭൂമിയിൽ അവിടെ താമസിക്കുന്ന ആളുകൾ,
ആളുകൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഭൂമി തിരികെ പിടിക്കാം. ആളുകൾ ജീവിച്ചിരിപ്പില്ലെങ്കിൽ പിന്നെ ഭൂമി തിരിച്ചു പിടിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? അതിനാൽ അത്തരം ആളുകളുടെ ജീവൻ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളതാണ് ആദ്യം ശ്രമിക്കേണ്ടത്. അതാണ് ശരിയായ വഴി. ആ വഴിയാണ് പിന്തുടരേണ്ടത്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.